ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ഏരിയയിലൊക്കെ വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളെ കയ്യിലൊരു 1 ഏക്കർ 29 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാക്കണം, ഈ കാണുന്നത് തന്നെയാണ് പ്ലോട്ട്. ഈ ഒരു പ്ലോട്ട് മൊത്തമായിട്ട് കൊടുക്കണമെങ്കിൽ മൊത്തമായിട്ടും കൊടുക്കും. ഇനി പല വീട് വയ്ക്കാൻ പാകത്തിന് 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനും ഇതിൻ്റെ ഓണർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തുകൊണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ വെള്ളൂർ ആലൻകീഴിൻ്റെ അതായത് പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതായത് വെള്ളൂർ ആലൻകീഴിൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമേ, അതായത് NH66 നിന്ന് വെറും 1 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലും അതുപോലെ തന്നെ പെരളം വില്ലേജിൽപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ താലൂക്ക് വരുന്നത് പയ്യന്നൂർ താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. പയ്യന്നൂർ ടൗണിൽ നിന്ന് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരും ബാക്കി ഇങ്ങോട്ട് വരേണ്ട വഴി സൗകര്യം കാര്യങ്ങളും കൂടി കാണിച്ചു തരാം കേട്ടോ. ബാ. അപ്പോളേ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകൾ കേട്ടോ. അതാണ് ഇവിടെ വീടുണ്ട്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ. അതുപോലെ തൊട്ടടുത്ത് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ടും വീടുകളൊക്കെ ഇഷ്ടംപോലെ അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരേണ്ട വഴി സൗകര്യം പറഞ്ഞുതരാം. ഈ റോഡ് വരുന്ന നമ്മളെ വെള്ളൂർ ആലൻകീഴ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. പെരളം എന്നാണ് നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഈ റോഡ് നേരെ ജീപ്പ് ബൈക്ക് ലോറി എന്ന് വേണ്ട എല്ലാ വാഹനങ്ങളും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വലിയ വഴി തന്നെ ഉണ്ട് അല്ലേ. അതെ, ഇനിയിപ്പോൾ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണെങ്കിൽ ഇഷ്ടംപോലെ വീടുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ റോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാങ്കോലിലോട്ട് പോകും. ചെറിയൊരു കുറച്ച് വർക്കും കൂടി അവിടെ ബാക്കി ബാലൻസ് തീരാനുണ്ട്. ഒരു പാലത്തിന്റെ വർക്ക് കഴിയാണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കാങ്കോലിലോട്ട് പോകാം. കാങ്കോലിലോട്ടൊക്കെ ജസ്റ്റ് എന്താ പറയുക 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയി വരികയും ചെയ്യാം അല്ലേ. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സൈഡ് കൂടെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ 2 സൈഡിൽ കൂടി നമുക്ക് റോഡ് സൗകര്യം ഉണ്ടാവും. ടാറിംഗ് റോഡ് കേട്ടോ. ഒന്ന് ഈ ഫ്രണ്ടിൽ കൂടെ കാണുന്ന ഈ ടാറിംഗ് റോഡ്, പിന്നെ ഈ സൈഡിൽ കൂടി ടാറിംഗ് റോഡാണല്ലോ കേട്ടോ. നമ്മൾ ഈ ഒരു 1 ഏക്കർ 29 സെന്റ് സ്ഥലം ഇതാണ്. ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ച് കല്ലല്ല ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഫുള്ള് മതിൽ കെട്ടി അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണം. ഒന്ന് അതിര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാല്ല. പിന്നെ ഇതാക്കണേ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ 3 ഫേസ് കറണ്ട് കണക്ഷൻ എല്ലാം ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇത് അങ്ങേ തല വരെ നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തോട്ടും കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ പാകത്തിന് 10 സെന്റോ 20 സെന്റോ ഒക്കെ പ്ലോട്ടുകളായിട്ടൊക്കെയാണ് നിങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മേടിക്കാനുണ്ടെങ്കിൽ അതിനുള്ള കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള പോസ്റ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു പ്ലോട്ട് മൊത്തം 1 ഏക്കർ 29 സെന്റ് സ്ഥലമാണ്. നല്ല ലെവലായിട്ട് കിടക്കുന്ന വാട്ടർ ലെവലിൽ കിടക്കുന്ന നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. ഈ ഒരു പ്ലോട്ട് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 ഏക്കർ 29 സെന്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ 10 സെന്റ് 20 സെന്റുകളായിട്ട് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ ഇതിന്റെ ഓണർ റെഡിയാണ് കേട്ടോ. അതെ, അപ്പോൾ ഈ ഒരു സൈഡിൽ വ്യൂ ആണ്. ഏകദേശം ഒരു 100 മീറ്ററോളം നമുക്ക് റോഡ് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ. അതെ, ഇതാണ് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ക്ലിയർ ആക്കാം അല്ലേ. ഫുള്ള് ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി വരുന്ന എൻട്രൻസ് ഇതാക്കണം അവിടെയാണ്. അത് നമുക്ക് കുറച്ചായിട്ട് കാണിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ നേരെ നമുക്ക് ഈ ടാറിംഗ് റോട്ടിൽ നിന്ന് തന്നെ നേരെ പ്ലോട്ടിനകത്തോട്ട് കയറാനുള്ള വഴി സൗകര്യമൊക്കെ ആക്കി കഴിഞ്ഞാൽ പ്ലോട്ടാക്കി നമുക്ക് മേടിക്കാൻ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളൊരു ബിൽഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഒറ്റ പ്ലോട്ട് എടുത്തിട്ട് അതിനകത്ത് 10 സെന്റിലോ 20 സെന്റിലോ ആയിട്ട് വീടുകളൊക്കെ വെച്ച് കൊടുക്കാനും അതിനും പറ്റിയ നല്ലൊരു അടിപൊളി പ്ലോട്ട് തന്നെയാണ്. അതെ, വില്ല പ്രൊജക്റ്റിനൊക്കെ പറ്റിയ കിടിലം കിണ്ണം കാച്ച മുതൽ സ്ഥലം തന്നെയാണ്. അതായത് റോഡ് ലെവലിൽ കിടക്കുന്ന അലുവാ കഷ്ണന്മാരത്തെ ഒറ്റ പീസ് 1 ഏക്കർ 29 സെന്റ് സ്ഥലം. ഇതാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. തൊട്ടടുത്ത് വെക്കണേ അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊക്കെ പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊക്കെ താമസിക്കാന്നുണ്ടെങ്കിലും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പയ്യന്നൂർ ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതും 5 സെന്റ് 10 സെന്റുകളായിട്ട് പ്ലോട്ടുകളൊക്കെ തെരഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിലെങ്കിൽ വിഷമിക്കാൻ നിൽക്കേണ്ട, പെട്ടെന്ന് പോകുന്നോളി. നല്ല കിടിലൻ കിടുക്കാച്ചി പ്ലോട്ടാണ് കേട്ടോ. NH66 വെറും 1 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ളത്. പയ്യന്നൂർ ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വെറും 4 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇതിൽ വേറെ കാര്യം വെച്ചാൽ അതെ ഈ മതിൽ കെട്ടില്ല അത് തല വരെ നമുക്ക് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ പ്ലോട്ടിനകത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 സെന്റോ 20 സെന്റോ പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതെ, അപ്പോൾ ഈ ഒരു സൈഡ് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് അങ്ങോട്ട് കാണില്ല, കുറേ അങ്ങന്നാണ് വന്നത്. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കേട്ടോ. ഉള്ളിൽ പോയിട്ട് നമുക്ക് ഉള്ളിലത്തെ വ്യൂ വേറെ കാണിച്ചു കൊടുക്കാം അല്ലേ. അത് കാണിച്ചു കൊടുക്കാം. നമ്മൾ ബാക്ക് സൈഡിൽ അതിൽ ഞാൻ അവിടെ അങ്ങോട്ടും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഏകദേശം ഇതാണ് ഇതുവരെയാണ് നമ്മളെ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത്. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും അതിര് കെട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കണ്ടില്ലേ.
അതിൽ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ആ ഒരു ഭാഗത്തോട്ടും കൂടിയും പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂവും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. കറണ്ടിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഫേസ് കറണ്ട് കണക്ഷൻ ആണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കാം ഫ്രണ്ടിൽ നിന്ന്. ഈ സൈഡ് കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഈ ഫ്രണ്ടേജും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ റോഡ് കണ്ടില്ലേ, ഇനി നേരെ അങ്ങോട്ട് പോരി. നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ടേജ് കാണിച്ചു തരാം കേട്ടോ. ചുറ്റുഭാഗവും ഇതേപോലെ മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പുറം ഭാഗത്ത് ഇങ്ങോട്ട് വേറെ വീടും ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താമസമുള്ളതാണ് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളതാണ്. ഇവിടെ ഉണ്ട് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് കയറേണ്ട എൻട്രൻസ് ഇവിടെയാണ്. നമുക്ക് പ്ലോട്ടിനകത്തോട്ട് കയറാം. അതിന് മുന്നേ ഈ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ടേജ് അതിൽ ഒന്ന് കണ്ടിട്ട് പോകാം. നമുക്ക് ഈ ഒരു പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ അവിടം വരെയാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അല്ലേ? നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വീടുകളുണ്ട്. അതായത് ടൗണിൻ്റെ അടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ബെസ്റ്റ് പ്ലോട്ട്. അങ്ങോട്ട് വീടുകളുണ്ട്, അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വീടുകളുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഫ്രണ്ടേജ് അതിലും ഫ്രണ്ടും അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് അല്ലേ? മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട്, അതല്ലെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ സൈഡ് ഫ്രണ്ടേജ് കണ്ടു, ഈ സൈഡ് കണ്ടു, റോഡ് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കണ്ടു. ഇനി നമുക്ക് കാണേണ്ടി നമ്മളെ പ്ലോട്ടേക്ക് പോയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇനി പോരി, ഇനി നമുക്ക് സ്ഥലം കാണാം കേട്ടോ. അപ്പോൾ അതാക്കണ് വലിയ വണ്ടി തന്നെ വരാൻ സൗകര്യത്തിനുള്ള വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ആക്കണം വലിയ ഗേറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വഴിയും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചുള്ളതാണ് ആക്കിയിട്ടുള്ളത്. ഇനി പ്ലോട്ടിൽ കൊണ്ട് വരുമ്പോൾ കണ്ട് നോക്കിയാൽ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം. മഴയാണ്, അതുകൊണ്ട് കുറച്ച് കാടുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തല വരെ കാണുന്ന അങ്ങനത്തെ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കാണുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി ഒന്ന് കാടൊക്കെ കൊത്തി ഒന്ന് തെളിച്ചാക്കി കഴിഞ്ഞാൽ നല്ല സൈറ്റ് സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ല ഞങ്ങൾ, നല്ല കിടിലൻ പ്ലോട്ടാണ്. പ്ലോട്ട് വന്ന് കണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്ന് കാടൊക്കെ കൊത്തി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. പ്ലോട്ടുകളായിട്ട് ഇതെന്താ വെച്ചാൽ കാട് കൊത്തിയിട്ട് നമ്മൾ കണ്ടതാണ്. അതെ, കാട് കൊത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ അതിന് ശേഷം ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞ് 5 സെൻറ്റ് 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് വീടൊക്കെ വെക്കാൻ പാകത്തിന് പ്ലോട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ നടുക്കെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വഴി ഇട്ട് കഴിഞ്ഞാൽ അപ്പുറഭാഗം ഉപ്പുറഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കുകയും ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും, പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. മണ്ണുള്ള സ്ഥലമാണ്, വെട്ടുകല്ലോ അങ്ങനെയുള്ള സ്ഥലമല്ല. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക. നിലവിലിപ്പോൾ ഈ ഒരു ചെറിയൊരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതിനകത്ത്? ചെറിയൊരു ഷെഡെല്ലാം ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് താമസിക്കാൻ പാകത്തിനുള്ള അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ ഇവിടെയാണുള്ളത്. കിണർ കിണർ കാണാം നമുക്ക്. ഉണ്ടല്ലോ, നിങ്ങൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വെള്ളമൊക്കെ ഇതാകുന്ന ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. അധികം ആഴ കാര്യങ്ങളൊന്നുമില്ല. 5 സെൻറ്റോ 10 സെൻറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് നിങ്ങൾ കിണർ കുത്തേ ബോർവെൽ അടിക്കുക ഒന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അയൽവാസികളായിട്ടുള്ള വീടുകളൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പോൾ നമ്മളെ സ്ഥലമൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്ര അകലത്തിൽ, NH 66 വെറും 1 കിലോമീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ ഓണറുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണോ പ്ലോട്ട് വേണ്ടത് അതിനനുസരിച്ച് നേരിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അല്ലേ? പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. പിന്നെ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അതെ, ബൈ.